السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രീൽ അസീസ് 2008 ജനുവരി മാസം 4-ാം തീയതി നടത്തിയ ജുമാ ഖുതുബയുടെ ചില ഭാഗങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. സൂറ അൽ അഹ്സാബിലെ, അതായത് 33-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം ഹസ്രത്ത് ഖലീഫത്തുള്ള ഇപ്രകാരം പാരായണം ചെയ്യുകയുണ്ടായി. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വകീലാ. നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ അല്ലാഹു തആല മതിയായവനാണ്. നിങ്ങളുടെ പൂർണ്ണ വിശ്വാസം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് നിങ്ങൾക്ക് ആരോടും പറയാൻ എളുപ്പം തന്നെയാണ്. അല്ലാഹുവിൽ വിശ്വസിക്കണം, എന്നിട്ട് അല്ലാഹുവിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കണം. ഇതൊക്കെ നമുക്ക് ഒരാളോട് പറയാൻ എളുപ്പമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരേ ഒരു സൃഷ്ടാവും അല്ലാഹു ആണെന്നും അതിൻ്റെ പൂർണ്ണ നിയന്ത്രണവും അധികാരവും അവന് മാത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കാണുന്ന പ്രപഞ്ചം, അതിൻ്റെ സൃഷ്ടാവും അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അനുനിമിഷം അതിനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അവനാണ് എന്ന് നമ്മളൊക്കെ പറയുന്നു. അതുകൊണ്ട് നമുക്കറിയാം എന്ന് കരുതുകയാണ്. നമ്മുടെ ജീവിതം അവൻ്റെ കൈകളിലാണ്. മനുഷ്യൻ ഏറെ ബലഹീനനാണ്. തീരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ചെറിയ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുമ്പോഴേക്കും ആകെ തളർന്നു പോവുകയും ആശങ്കകൾക്കും ആകുലതകൾക്കും അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്നവരാണ് മനുഷ്യരിലേറെയും. മനുഷ്യൻ തൻ്റെ ബുദ്ധിയെയും കഴിവിനെയും ഒക്കെ വില കൂട്ടിക്കണ്ട് അവനെല്ലാം കഴിയും എന്നുള്ള ഒരു തോന്നൽ അവനിലേക്ക് കടന്നു വരുന്നത് അവൻ കഴിവുള്ളവനാണ് എന്ന ഈ ഒരു വിശ്വാസം തന്നിലേക്ക് കടന്നു വരുന്നത് മൂലം അവൻ അല്ലാഹുവിലുള്ള വിശ്വാസത്തെയും ഭരമേൽപ്പിക്കലിനെയും കുറച്ചു കാണുന്നു. ചില സമയത്ത് നാം അല്ലാഹു ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുകയും അല്ലാഹുവിനെ കുറ്റം പറയുകയും ചെയ്യും. എൻ്റെ പല കാര്യങ്ങളും നേടാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പക്ഷെ അതൊന്നും നേടുന്നില്ല, അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറയും,
അള്ളാഹു ഇതൊന്നും കാണുന്നില്ലേ, ഇതൊന്നും കേൾക്കുന്നില്ലേ? അങ്ങേയറ്റം സംയമനം പാലിക്കുകയും അവനിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥനകളിലൂടെ അവന് മുമ്പിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തിട്ടും ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കപ്പെട്ടതായി കാണുന്നില്ലല്ലോ എന്നവർ പരിതപിക്കുകയും ചെയ്യും. ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം ഭരമേൽപ്പിച്ചു. ഞങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജീവിക്കുന്നു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നു. പക്ഷേ ഈ ദുആകളൊന്നും സ്വീകരിക്കപ്പെട്ടതായി കാണുന്നില്ലല്ലോ, ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വീണ്ടും ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിലുള്ള അവരുടെ വിശ്വാസത്തിന് പോറലേൽക്കുന്നു. അതെ, നിങ്ങളുടെ പൂർണ്ണ വിശ്വാസം അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്ന് വെറുതെ നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ സംഗതി സങ്കീർണമായ ഒന്നാണ്. കെട്ടുപിണഞ്ഞു കിടക്കുന്ന വലിയ നൂലാമാലകളാണത് ഈ നാവ് കൊണ്ട് പറയുന്ന ഈ സാധനം. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വിശദീകരിക്കുവാൻ ബുദ്ധിമുട്ടേറിയതുമാണ്. തീരെ ചെറിയ ഈ സൂക്തത്തെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഏറെ പറയാനുണ്ട്. വിശ്വാസം എന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം സംബന്ധിച്ചുള്ളതല്ല, മറിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ തലത്തിലൂടെയും കടന്നു പോകുന്ന ഒന്നാണത്. നാം അവനെ എത്രത്തോളം ആശ്രയിക്കുന്നു, അവനിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പരീക്ഷിക്കുന്നതിനു വേണ്ടി അള്ളാഹു നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നൽകുന്നു. നാം എത്രത്തോളം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അതിന് എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്ന് നമ്മളെ പരീക്ഷിക്കുന്നു. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം എല്ലാവരെയും, വിശ്വാസികളെയെല്ലാം നമസ്കാരത്തിനായി പള്ളിയിലേക്ക് വിളിക്കുന്നു. ഇപ്രകാരം വിളിക്കപ്പെടുമ്പോൾ നേരത്തെ എത്തിച്ചേരുന്ന ഒരാൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിരിക്കുന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം, അവൻ ഒരു ഒട്ടകത്തെ അറുത്ത് സദക്ക ചെയ്യുകയോ അല്ലെങ്കിൽ ഒട്ടകത്തെ സദക്ക ചെയ്ത കൂലിയോ എന്നൊരു പണി. അപ്പോൾ ഇന്നൊരു ഒട്ടകം വേണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ആവശ്യമാണ്. ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവൻ യഥാർത്ഥമായ വിശ്വാസമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അതിനുവേണ്ടി അവൻ പരിശ്രമിക്കും. ഇപ്പം വിശ്വാസമുണ്ട് എന്ന് നമ്മൾക്കൊക്കെ പറയാം. അള്ളാഹുവിൽ ഞാൻ എല്ലാ കാര്യവും ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതനുസരിച്ച് അവൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് കാരണം അവർ എന്തിനേയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ദൈവങ്ങളായി കരുതുന്നവരായതിനാലാണ്. അത്തരം ആൾക്കാരാണ് അവിശ്വാസികൾ. നമുക്ക് രാവിലെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയും കൂടിയ പ്രതിഫലമൊക്കെ ആർജിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അത് എന്താണ് അതിൻ്റെ കാരണം? അവർ മറ്റെന്തിനെയോ ദൈവമായി, അല്ലെങ്കിൽ അവരുടെ ആരാധ്യ വസ്തുവായി, അല്ലെങ്കിൽ അവർക്കത് നേടാം എന്നുള്ള കാര്യം, അങ്ങനെയുള്ള വിശ്വാസമാണ് അവരിലുള്ളത്. പിന്നെ പോകാം എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു ഇന്ന് മുസ്ലിങ്ങൾ. വെള്ളിയാഴ്ച നമ്മൾ പോകാതിരുന്നാൽ എന്ത് പറയും, അതുകൊണ്ട് പോകാം എന്ന് പറഞ്ഞ അനേകം ആളുകളും ഇന്ന് പള്ളികളിൽ പോകുന്നുണ്ട്. യഥാർത്ഥമായ വിശ്വാസത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ ആ ദിനം മാത്രമല്ല, അവർ ജീവിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഏതൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിൽ നിന്ന് കൂടുതൽ പ്രതിഫലം ലഭിക്കും എന്നുള്ള ചിന്തയോടുകൂടി അവരുടെ ദിനരാത്രങ്ങൾ ചിലവഴിക്കുന്നുവോ അവരാണ് അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നത്. വരമേൽപ്പിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവരുടെ ഡേ ആൻഡ് നൈറ്റ്, പകലും രാത്രിയും
അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇബാദത്തായി മാറ്റുവാൻ നമുക്ക് കഴിയും. അങ്ങനെ അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും അള്ളാഹുവിന് നേരെ പുറം തിരിയുകയില്ലായിരുന്നു. മറിച്ച് അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടേനെ. ഇത് സൂചിപ്പിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നവരിൽ ചിലർ കപട വിശ്വാസികളും അവിശ്വാസികളും ആയിരുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്ന നമ്മളിൽ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ അനേകരും കപട വിശ്വാസികളോ അവിശ്വാസികളോ ആയിരുന്നു എന്നാണ്. അവർ വിശ്വാസികളാണ് എന്ന് നടിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഹൃദയങ്ങളിൽ അവർ മറച്ചു വെച്ചത് അള്ളാഹു നന്നായി അറിഞ്ഞിരുന്നു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുറ്റിപ്പറ്റി നിൽക്കുകയും വെളിപാടുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളും സശ്രദ്ധം ശ്രവിക്കുകയും ചെയ്യും. എന്നിട്ട് തങ്ങളുടെ സ്വന്തക്കാരുടെ അടുത്താകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുകയും കാര്യങ്ങൾ വളച്ചൊടിച്ചു പറയുകയും ചെയ്യും. ഇത്തരം ആളുകൾ ചാരന്മാരത്രേ. ആരൊക്കെയാണ് വിശ്വാസികളെന്നും ആരൊക്കെയാണ് അവിശ്വാസികളെന്നും അള്ളാഹു നന്നായി അറിയുന്നു. തങ്ങളുടെ സൃഷ്ടാവിനോടൊപ്പം ആരാധനയിൽ പങ്കുകാരെ ചേർക്കുന്ന ഇത്തരം ആൾക്കാരെ, ബഹുദൈവ വിശ്വാസികളെ പറ്റിയാണ് അള്ളാഹു വിവരിക്കുന്നത്. അള്ളാഹു താനെല്ലാം അറിയുന്നവനും യുക്തിജ്ഞനും ആകുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണിവിടെ. രണ്ടാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിന്റെ നാഥനിൽ നിന്ന് നിനക്ക് ദിവ്യ വെളിപാടായി നൽകപ്പെടുന്നത് നീ പിന്തുടർന്നാൽ മതി എന്ന നിർദ്ദേശം നൽകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ചുറ്റുമുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്നും അല്ലാഹു പറയുന്നു. അവരുടെ പരാതികളും അഭിപ്രായങ്ങളുമൊക്കെ കേൾക്കാം, പക്ഷേ അവരുടെ നിർദ്ദേശം പാലിക്കണം എന്ന് അതിന് അർത്ഥമില്ല. അല്ലാഹു അദ്ദേഹത്തെ പ്രവാചകനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ യജമാനനെ അനുസരിക്കണം, ദൈവിക കൽപ്പനകൾ പാലിക്കുകയും വേണം. അല്ലാഹു സർവജ്ഞനാകുന്നു. തൻ്റെ ദാസന്മാർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു സൂക്ഷ്മജ്ഞനുമാകുന്നു. ഒന്നാം ഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള കൽപ്പനയാണ്. ഇവിടെ അല്ലാഹു അദ്ദേഹത്തോട് തൻ്റെ, അതായത് അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രം പിന്തുടർന്നാൽ മതി എന്ന് കൽപ്പിക്കുന്നു. ഈ കൽപ്പന നൽകിയ ശേഷം മാത്രമാണ് താൻ എല്ലാം അറിയുന്നവനാണ്. ഈ അവിശ്വാസികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ തിരിക്കാനും തങ്ങൾ അല്ലാഹുവിൻ്റെ ഏകത്വത്തിലും അവനിൽ നിന്ന് ലഭിക്കുന്ന വെളിപാടുകളിലും ദൃഢമായി വിശ്വസിക്കുന്നവരാണ് എന്ന തെറ്റായ ധാരണ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടാക്കാനുമുള്ള ശ്രമത്തിലാണ് എന്ന വസ്തുത എന്ന് അല്ലാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ വിശ്വാസവഞ്ചകർ ഒരിക്കലും തങ്ങളുടെ യജമാനരോട് വിശ്വസ്തത പുലർത്തുകയില്ല. ഒരു യഥാർത്ഥ വിശ്വാസിയും സദാ തൻ്റെ യജമാനരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും അദ്ദേഹം ദിവ്യ വെളിപാടുകൾ അല്ലെങ്കിൽ ദൈവിക കൽപ്പനകൾ വഴി ലഭിച്ചവ തന്നിലേൽപ്പിച്ച ഓരോ ജോലിയും പൂർത്തിയാക്കുവാനും ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും അനുസരിക്കാതെ വരുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത് വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. അതിനാലാണ് മൂന്നാമത്തെ സൂക്തം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ വന്നിരിക്കുന്നത്. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. കാര്യനിർവാഹകനായി അല്ലാഹു മതിയായവനാണ്. അല്ലാഹു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നോക്കിക്കൊള്ളും.
അതിന് അദ്ദേഹം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതു മാത്രമാണ്. ഇത് തീരെ നിസാരമായ ഒരു സൂക്തമല്ല. വിശുദ്ധ ഖുർആനിൽ വിവിധ അധ്യായങ്ങളിലായി അള്ളാഹു ഈ സൂക്തം പലതവണ ആവർത്തിക്കുന്നുണ്ട്. ഇത്രയേറെ തവണ ആവർത്തിച്ചിട്ടും ആളുകൾ തങ്ങൾക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഈ വിശ്വാസം കൈമോശം വന്ന് ആത്മധൈര്യം ചോർന്നവരായി മാറുന്നു. നമ്മൾ ആരും തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം അവൻ എനിക്ക് മതിയായവനാണ്, നഷ്ടപ്പെട്ട് വിഷാദത്തിന് അടിമപ്പെട്ടു പോകുന്നവരായി തീരരുത്. നമ്മളിൽ ആരും തന്നെ അള്ളാഹുവിൽ പരിപൂർണ വിശ്വാസമർപ്പിച്ച് ദൃഢവിശ്വാസത്തോടെ ഉണർന്നെണീക്കുവാൻ ശേഷിയുള്ളവരായി മാറണം. അങ്ങനെ അള്ളാഹുവിനെ നാം സദാ ഹൃദയത്തിൽ സ്വാംശീകരിച്ച് അവനിൽ ഭരമേൽപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ പൊരുതുവാൻ ഉറപ്പിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ ആയിരക്കണക്കിന് മാലാഖമാരെ നമ്മെ സഹായിക്കുന്നതിനായി അയച്ചു തരും. അള്ളാഹു സർവശക്തനാകുന്നു. നാം സദാ നമ്മുടെ വിശ്വാസം എല്ലാ അവസരത്തിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. പീഡനങ്ങൾക്കും കളിയാക്കലുകൾക്കും ആരോപണങ്ങൾക്കും പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും വിധേയരാകേണ്ടി വരുമ്പോഴോ അതുപോലെയുള്ള മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടുന്ന വേളയിലോ ഇത് മറക്കാതിരിക്കുക. അങ്ങനെ അവനിൽ പരിപൂർണ വിശ്വാസം അർപ്പിക്കുമ്പോൾ അള്ളാഹു തൻ്റെ കരങ്ങളാൽ തന്നെ ഈ വിഷമതകളെ നീക്കിത്തരുന്നതാണ്. പക്ഷേ ഇങ്ങനെ അള്ളാഹുവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് അള്ളാഹു ഇക്കാര്യത്തിൽ ഇടപെടുമോ ഇല്ലയോ എന്നൊക്കെ, അതിനെയാണ് അള്ളാഹുവിൽ വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നേരെ പുറം തിരിയുകയും നിങ്ങൾ ബുദ്ധിമുട്ടുകളാൽ നട്ടം തിരിയുകയും ചെയ്യും. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നമുക്ക് നൽകുന്ന ഈ വചനങ്ങളുടെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കി അള്ളാഹുവിൽ എങ്ങനെയാണ് ഭരമേൽപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി രാത്രികളിലും പകലുകളിലും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് പര്യാപ്തമായ പ്രവർത്തനങ്ങളിൽ അവൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായി മാറുവാൻ നമുക്കേവർക്കും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.